സെലേരിയോ 2014 മോഡൽ വണ്ടിയാണ്. ഓക്കെ 2,15,000 രൂപ. ഫിനാൻസ് കയറും. 18 ലാസ്റ്റ് വണ്ടി. അടുത്ത വണ്ടി മാരുതി സുസുക്കി സ്വിഫ്റ്റ് VDI ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. അടുത്ത വണ്ടി ഓൾട്ടോ 800 2016 വണ്ടി VXI വേരിയന്റ്. അടുത്ത വണ്ടി സെലേരിയോ 2019 മോഡലാണ്. 19 മോഡൽ ഡിസയർ സ്വിഫ്റ്റ് ഡിസയർ 2014 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. അടുത്ത വണ്ടി ഹ്യുണ്ടായി വെർണ 2012 മോഡൽ പെട്രോൾ വേരിയന്റ് SX. 2020 Volkswagen Vento. പക്ഷേ സ്പെഷ്യൽ ആണല്ലേ? സ്പെഷ്യലാണ്. ഒരുപാട് വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. ലോ പ്രൊഫൈൽ ആക്കിയിട്ടുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള കാർ ബസാറിലാണ്. അപ്പം അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടികൾ നിങ്ങൾക്ക് വിലക്കുറവ് വാങ്ങുന്ന സ്ഥാപനമാണ്. ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് കാർ ബസാർ. നമ്മുടെ അടുത്ത് വിഷ്ണുപ്രഭ ഉണ്ട്. വീട്ടിലോട്ട് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? സുഖം. അപ്പോൾ നമ്മുടെ ഹൈ ക്വാളിറ്റി വണ്ടികൾ, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ അല്ലേ? നമുക്ക് വേറെ എല്ലാം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കട്ടെ, കാരണം ഫുള്ളി കണ്ടീഷൻ വണ്ടികളായിരിക്കും. പേപ്പർ ആയാലും എല്ലാം കണ്ടീഷൻ ആയിരിക്കും അല്ലേ ബ്രോ? അപ്പം നമ്മളിപ്പോൾ സ്റ്റോക്കിൽ അത്യാവശ്യം 7 സീറ്റർ നല്ല കണ്ടീഷൻ ഉണ്ട്. ഏകദേശം ഒരു 7-8 വണ്ടിയുണ്ട്. ബഡ്ജറ്റ് വണ്ടികളുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് ഒരു വെൻഡോ അല്ലേ? ഒരു എന്താ പറയുക, ഒരു മോഡിഫൈഡ് ആയ ഒരു വെൻഡോ. നല്ല അത്യാവശ്യം ഫുള്ളി കമ്പനി സർവീസായ ലോ പ്രൊഫൈൽ കാര്യങ്ങൾ ചെയ്തൊരു വെൻഡോ ഒക്കെ ഉണ്ട്. അപ്പം നല്ല വണ്ടികളുടെ നല്ല കളക്ഷൻസ് ഉണ്ട്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം പോലെ 2012 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. ഒരു ഓൾട്ടോ 800 ആണ്. LXI വേരിയന്റ് 2018 ലാസ്റ്റ് വണ്ടിയാണ്. 18 ലാസ്റ്റ് വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 94,000 കിലോമീറ്റർ. 94,000 കിലോമീറ്റർ. ഓക്കെ, കമ്പനി സർവീസിനാണോ? കമ്പനി സർവീസാണ്. ഓക്കെ, ടയർ കണ്ടീഷൻ 40% ഉള്ളൂ അല്ലേ? അതെ. ആവറേജ് ആണ് ടയർ. സ്ക്രാച്ച് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ബ്രോ? ഉണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്തൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്? സീറ്റ് വരെ ചെയ്തിട്ടുണ്ട്. 2 പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്. അപ്പോൾ എന്തൊക്കെ റീപ്ലേസ്മെന്റ് വരുന്നത്? റീപ്ലേസ്മെന്റ് ലെഫ്റ്റ് സൈഡ്, ഫ്രണ്ട് ഗ്ലാസ്, ആപ്രോൺ പണിയായിട്ടുണ്ട്. വണ്ടി ആക്സിഡന്റ് ആയ വണ്ടിയാണ്. ഷോറൂമിലാണ് പണിയായിട്ടുള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ, ഉള്ള കാര്യം പറയണം. പിന്നെ ദൂരെ നിന്നൊക്കെ വിളിക്കാറുണ്ട്. വീഡിയോയിൽ കാണാൻ ആൾക്കാർ ദൂരെ നിന്ന് വന്നിട്ട് അവരവസാനം ഉറപ്പായി ലെഫ്റ്റ് സൈഡ് വണ്ടി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഈ വണ്ടി നമുക്ക് പ്രൈസ് റേഞ്ച് നമുക്കൊരു 2,15,000 രൂപ. ഫിനാൻസ് കയറും. 18 ലാസ്റ്റ് വണ്ടി. 18 ലാസ്റ്റ് വണ്ടിയാണ്. മാർക്കറ്റ് റേറ്റ് ഒക്കെ 2.3 രൂപ മാർക്കറ്റ് റേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ആക്സിഡന്റ് ആയ വണ്ടിയാണ്. നമുക്ക് 2,15,000 നമുക്ക് ഫൈനൽ കൊടുക്കാം. ഓക്കെ, കാരണം കമ്പനി സർവീസ് ആണ്. പക്ഷേ കമ്പനി സർവീസ് ആണ് കേട്ടാ. ഇത് ആക്സിഡന്റ് പണിഞ്ഞതും ഷോറൂമിലാണ്. എന്നാലും നമുക്ക് 2,15,000. ഓക്കെ, ഫുൾ ഫിനാൻസ് കാരണം എമൗണ്ട് എത്ര താന്ന് വരെയല്ലേ? അപ്പോൾ വിഷ്ണു, അടുത്ത വണ്ടി മാരുതി സുസുക്കി സ്വിഫ്റ്റ് VDI ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. 2012 ആണ് വണ്ടി. 2012? അതെ, 2012 വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസാണ്. കമ്പനി സർവീസ് റെക്കോർഡ് ഉണ്ട് കേട്ടോ. ഓക്കെ, ടയർ കണ്ടീഷൻ 60% ടയർ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹിസ്റ്ററി ഉള്ളതാണോ? ഹിസ്റ്ററിയിലുണ്ട്. ഓക്കെ, വണ്ടിയുടെ ഇന്ത്യയിൽ നീറ്റ് ആണ് കേട്ടോ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റ് കണ്ടീഷനാണ്. ഷോറൂമിൽ നിന്ന് ഗ്ലാസ് മാറിയ സുസുക്കിയുടെ ഗ്ലാസ് ഷോറൂമിൽ നിന്ന് മാറി. ഒറിജിനൽ ഗ്ലാസ്. ഓക്കെ, അപ്പോൾ വേറെ നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ? ബോണറ്റ് റീപ്ലേസ് അല്ലല്ലോ? അല്ല, ബോണറ്റ് റീപ്ലേസ്, ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയെ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? ഈ 2012 സ്വിഫ്റ്റ് ഈ വണ്ടി നമുക്കൊരു 2,65,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 2,65,000 12 വണ്ടി ന്യൂ ഷേപ്പാണ്. ന്യൂ ഷേപ്പ് വണ്ടി 2,60,000 കൊടുക്കാം. ഓക്കെ, ഡീസൽ വണ്ടിയാണ്. ഫിനാൻസ് കയറുമല്ലോ? 2 ലക്ഷം രൂപ ഫിനാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത വണ്ടി ഹ്യുണ്ടായി വെർണ 2012 മോഡൽ പെട്രോൾ വേരിയന്റ് SX. 2012 വണ്ടി പെട്രോൾ വേരിയന്റ് SX ആണ്. അതെ, SX. ഓണർഷിപ്പ് തേർഡ് ആണ്. കിലോമീറ്റർ 90,000 കിലോമീറ്റർ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കമ്പനി സർവീസിനാണോ? അതെ, ഷോറൂം സർവീസ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ലാസ്റ്റ് സർവീസ് ആണ് ഷോറൂം ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പ് സർവീസ് പ്രോപ്പറായിട്ട് ഷോറൂമിൽ ചെയ്തിട്ടുള്ളത്. അവർ മാറി ചെയ്തിട്ടുള്ള സർവീസ്. അപ്പോൾ നിലവിൽ അവസാനം ചെയ്തേക്കുന്നത് ഷോറൂമിലാണ്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിയുടെ ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വെൽ നീറ്റാണ് കേട്ടോ. ഇതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC കൺട്രോൾ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. 4 പവറിന്റെ പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാം, കട്ട് ചെയ്യാം. റിമോട്ട് കൺട്രോൾസ് കാര്യങ്ങൾ വരുന്നുണ്ട്. എയർ ബാഗ് എത്ര വരുന്നുണ്ട്? ഡ്യുവൽ എയർ ബാഗ് വരും. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. റീപ്ലേസ്മെന്റ് പെട്രോൾ അങ്ങനെ മൈലേജ് വരുന്നത്? ഈ വണ്ടിയുടെ മൈലേജ് ഒരു 14-15 ആ റേഞ്ച് എത്തും. 14-15. പക്ഷേ ഓടിക്കാൻ നല്ല രസമാണ്. നല്ല രസമാണ്. അലോയ്സ് അഡീഷൻ ചെയ്തിരിക്കുന്നതാണ്. അലോയ്സ് അഡീഷനാണ്. ടയർ 4 പുത്തൻ ടയർ, പുതിയ ടയറാണ്. ടയർ പുത്തൻ ടയർ ഉണ്ടല്ലേ? പുതിയ ടയർ, 4 ടയർ പുതിയ ടയറാണ്.
അപ്പോൾ എടുത്തിട്ട് വേറെ പ്രശ്നമൊന്നും ഒന്നുമില്ല, പണിയൊന്നും ചെയ്യാൻ സുഖം ഓടിക്കും. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഈ വണ്ടി നമുക്കൊരു ഫൈനൽ ഓഫർ പ്രൈസ് ആയിട്ട് 2,65,000 രൂപയ്ക്ക് കൊടുക്കാം. 2,65,000. ഓക്കെ, വേറെ പ്രശ്നങ്ങളെല്ലാം കണ്ടീഷൻ വേണ്ടി നല്ല വണ്ടിയാണ്. ഫിനാൻസ് ടെസ്റ്റ് എടുത്തോട്ടെ, കസ്റ്റമേഴ്സ് ടെസ്റ്റ് എടുത്തോട്ടെ. ഫിനാൻസ് എത്ര? ഫിനാൻസ് 2 ലക്ഷം രൂപ വരും. ഈ ടാറ്റയുടെ ടിയാഗോ. ഓക്കെ. മോഡലോ? ടാറ്റ ടിയാഗോ 2020 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 40,000 കിലോമീറ്റർ ആണ്. ഓക്കെ, ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ്, XT വേരിയന്റ്. പെട്രോൾ XT വേരിയന്റ് അല്ലേ? അതെ. മാനുവലാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, കമ്പനി സർവീസ് തന്നെയാണോ? അതെ, കമ്പനി സർവീസാണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 60% ടയറുണ്ട്, വേറെ സ്റ്റാർട്ടറിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയിൽ ഇൻബിൽറ്റ് സെറ്റ് ആണ് ഹാർമാൻ്റെ. അതെ, സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റ് ആയിരിക്കും. AC, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, സീറ്റ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4 പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, വേറെ എയർ ബാഗ് വരുന്നുണ്ടല്ലോ അല്ലേ? 2 എയർ ബാഗ് ഉണ്ട്, ഡ്യുവൽ എയർ ബാഗ്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുള്ളി കമ്പനി സർവീസ്. ഫുൾ കമ്പനി. ടിയാഗോ പെട്രോൾ മൈലേജ് 15-16 പെട്രോൾ 15-16 മൈലേജ്. ഓക്കെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? ഈ വണ്ടി നമുക്ക് 3,70,000 രൂപ കൊടുക്കാം. 3,70,000. 2020 വണ്ടി, 3,70,000 രൂപ. നല്ല പ്രൊഫൈല്, അത്യാവശ്യം നല്ല സിബിൽ സ്കോർ 750 എബോ ഉണ്ടെങ്കിൽ ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോൺ കിട്ടും. അപ്പോൾ അടുത്ത വണ്ടി സെലേരിയോ. 2014 മോഡൽ വണ്ടിയാണ്. ഓക്കെ. 2014 മാനുഫാക്ചറിംഗ് ആണ് വണ്ടി. 3rd ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. VXE ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് ആണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ജെന്യൂൻ കിലോമീറ്റർ ആണ്, 50,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. സീറ്റുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, 4 പവറിൻ്റെ AC പോസ്റ്ററിംഗ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. സെലേരിയോ ഓട്ടോമാറ്റിക്കലി മൈലേജ് വ്യത്യാസം വരില്ലല്ലോ? എന്തേ? ഓട്ടോമാറ്റിക് മൈലേജ് വ്യത്യാസം വരില്ലല്ലോ? 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. മാരുതിക്ക് അങ്ങനെ വലിയ വ്യത്യാസം വരത്തില്ല. ടയർ കണ്ടീഷൻ ഒരു 80% ടയറുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതൊരു പാർക്കിംഗ് സീറ്റ് വണ്ടിയാണ്. നമുക്കൊരു 330 കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നത്. 3,30,000 രൂപ. പ്രൈസ് ചെറിയ നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര രൂപ? അപ്പോൾ ഫിനാൻസ് ഒരു 2.25 ലക്ഷം രൂപ ഫിനാൻസ്. പക്ഷേ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ. 2014 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VXE വേരിയന്റ് പെട്രോളാണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയേഴ്സ് ഫ്രണ്ട് 2 പുതിയ ടയറാണ്, ബാക്ക് 2 50% ഉണ്ട്. അഡീഷണൽ ആയിട്ട് അലൈസ് ആഡ് ആയിട്ടുണ്ട്. വലിയ ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ അങ്ങനെ വലിയ പറയേണ്ടൊന്നുമില്ലല്ലേ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണോ പുറത്താണോ? സർവീസ് കമ്പനിയാണോ പുറത്താണോ? കമ്പനിയാണ്, ഷോറൂമിലാണ്. ഓക്കെ. 83 വരെ ഷോറൂമിലാണ്. ഓക്കെ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട്, 4 പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഫുള്ളി കമ്പനി സർവീസ്, അലോയ്സ് ഒക്കെ അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? ഈ വണ്ടി നമുക്കൊരു 3,40,000 രൂപ കൊടുക്കാം. 14 ഡിസയർ 3,40,000 കൊടുക്കാം. ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫുൾ ഫിനാൻസ്. ബ്രോ, അടുത്ത വണ്ടി ഓൾട്ടോ 800 അല്ലേ? അടുത്ത വണ്ടി ഓൾട്ടോ 800, 2016 വണ്ടി, VXE വേരിയന്റ്, സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 25,000. എത്ര ഓടിയുള്ളൂ? 20,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് തന്നെയാണോ? എല്ലാം കമ്പനി സർവീസാണ്. കിലോമീറ്റർ 0 കിലോമീറ്റർ ആണല്ലോ? ജെന്യൂൻ കിലോമീറ്റർ, അതിൽ വാറണ്ടി പറയാം, ധൈര്യമായിട്ട് പറയാം. ചോദിച്ചായിരുന്നു. ഓക്കെ. ഇന്ത്യൻ കണ്ടീഷൻ, സീറ്റ് ഫാബ്രിക് ആണ്, അതിനകത്ത് ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, 2 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് അല്ലേ? 2 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്. ഇതിൽ ഇൻബിൽറ്റ് സിസ്റ്റം വരും. അതെ, വരുന്നതാണ്. ഓക്കെ. അതുപോലെ സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ ഉണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ടല്ലോ? 16 വണ്ടിയാണ്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, കീ തന്നെ വരുന്നുണ്ട്. ഈ വണ്ടി നമുക്ക് 2,40,000 രൂപ കൊടുക്കാം. 2,40,000, 2016 സിംഗിൾ ഓണർഷിപ്പ്, VXE വേരിയന്റ് വണ്ടി. 25,000 കിലോമീറ്റർ അല്ലേ? 25,000 കിലോമീറ്റർ. ഓക്കെ. ശരി. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? ഫിനാൻസ് ഏകദേശം ഫുൾ ഫിനാൻസ് കയറും. അപ്പോൾ അടുത്ത വണ്ടി സെലേരിയോ. 2019 മോഡലാണ്. 19 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 32,000 കിലോമീറ്റർ, ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. VXE വേരിയന്റ് ആണ്. കമ്പനി സർവീസ് തന്നെയാണ്? കമ്പനി സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഒന്നുമില്ല. ഓട്ടോമാറ്റിക് ആണോ മാനുവലാണോ? മാനുവലാണ്. വേറെ സ്ക്രാച്ച് ഒന്നുമില്ലല്ലേ? ടയർ കണ്ടീഷൻ ഏതാണ്ട് ഒരു നല്ല ടയർ. നല്ല ടയർ, ഒരു 70% ടയറുണ്ട്. സ്ക്രാച്ച് ഒന്നുമില്ല, നീറ്റാണ്. ഒന്നും നീറ്റ് വണ്ടി അല്ലേ? 32,600 കിലോമീറ്റർ അല്ലേ? അതെ. സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, നീറ്റ് കണ്ടീഷൻ കേട്ടോ. അതിനകത്ത് ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട്, 4 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പം സെലേരിയോ മൈലേജ് വന്നിട്ട് എന്തായാലും ഒരു 18-20 സുഖമായിട്ട്. സെലേരിയോ മൈലേജ് ഉള്ള വണ്ടിയാണ്. നല്ല മൈലേജ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? ഈ വണ്ടി നമുക്കൊരു 3,90,000 രൂപയ്ക്ക് കൊടുക്കാം. 3,90,000. 2019 വണ്ടിയാണ്. 19 വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരു ഫിനാൻസ് അപ് ടു ഒരു 3.25 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്യും. അടുത്ത വണ്ടി I10 ആണ്. ചെറിയ ബഡ്ജറ്റിൽ വരുന്ന വണ്ടിയാണ്. 2011 മാനുഫാക്ചറിംഗ്, 12 രജിസ്ട്രേഷൻ ആണ് വണ്ടി. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർഷിപ്പ്, 63,000 കിലോമീറ്റർ. 63,000 കിലോമീറ്റർ. വണ്ടി നീറ്റ് വണ്ടിയാണല്ലോ? നല്ല കിലോ. ഓക്കെ.
27 പേപ്പർ വരുന്നത്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് വേറെ ഒന്നുമില്ല. 27 വരെ ഉള്ളൂ കേട്ടോ. ടാക്സ് ഡിസംബർ മാസം തീരുന്നു. 2026 ഡിസംബർ ടാക്സ് തീരും. റീടെസ്റ്റ് വരുന്നത് 2012 2027 വരുന്നത്. ഓക്കെ. ഇതിനകത്ത് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 2 പവറിൻ്റെ AC 2 ഡോറല്ലേ വരുന്നത്? ഫോർ ഡോർ വരുന്നുണ്ടല്ലേ? 4 പവറിൻ്റെ AC പോസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഗ്യാസ് എൻഡോഴ്സ്മെന്റ് ആയി വരുന്ന വണ്ടിയാണ്. ഇപ്പോഴും ഗ്യാസ് ഉള്ള വണ്ടിയാണ്. ഇൻബിൽറ്റ് ഗ്യാസ് ഉള്ള വണ്ടിയാണ്. ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ LPG ഉള്ള വണ്ടിയാണ്. ഇൻബിൽറ്റ് ഉള്ള വണ്ടി അതിലുണ്ട്. ഓക്കെ. കിലോമീറ്റർ ബ്ലൂ ഡ്രൈവ് എന്ന് പറയും. അല്ല, കിലോമീറ്റർ എത്ര അതിൻ്റെ? കിലോമീറ്റർ 64,000. ഓക്കെ. അപ്പോൾ അതെങ്ങനെ പ്രൈസ്? ഇത് നമുക്കൊരു 1,40,000 കൊടുക്കും. 1,40,000 കൊടുക്കും. ഇൻബിൽറ്റ് LPG ഉള്ള വണ്ടിയാണ്. കമ്പനി LPG കിറ്റാണ്. എക്സ്ട്രാ കയറ്റി തരും. ശരി. അപ്പോൾ വിഷ്ണു ബ്രോ, അടുത്ത വണ്ടി വോക്സ്വാഗൺ വെന്റോ, പക്ഷേ സ്പെഷ്യൽ ആണല്ലേ? സ്പെഷ്യലാണ്. ഒരുപാട് വർക്ക് ചെയ്ത വണ്ടിയാണ്. അതെ. ലോ പ്രൊഫൈൽ ആക്കിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. എന്താണ് നല്ല കൂടിയ അലൈസാണുള്ള വണ്ടിയിൽ. വണ്ടി നല്ല താഴ്ന്ന നിൽപ്പുണ്ടല്ലേ? ഇത് 2013 മോഡലാണ് വണ്ടി. 13 മോഡല്. 2013 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. പിന്നെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വണ്ടി ലോറിങ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ നാനോടെ സ്പ്രിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അലൈസ് ബ്രാൻഡ് ന്യൂ അലൈസ് ആണ് ഇപ്പോൾ ചെയ്തേ ഉള്ളൂ. പിന്നെ വണ്ടി ഇത് മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടി ഫുള്ള് കമ്പനി സർവീസാണ്. സർവീസ് പോലും പുറത്തല്ല. ഫുള്ളി കമ്പനി സർവീസ്. നമ്പർ എടുക്കുക, ചെക്ക് ചെയ്യുക. നമ്പർ നമ്മൾ വിസിബിൾ ആണ്, ചെക്ക് ചെയ്ത് നോക്കാം. ഫോൾസ് വാഗൺ വണ്ടി 1,70,000 കിലോമീറ്റർ. ഇനി 4,000 കിലോമീറ്റർ ഇനി അടുത്ത സർവീസ് വരും. ഫുള്ള് കമ്പനി സർവീസ്. ഷോറൂമിൽ എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതൊക്കെ നീറ്റാണ്, എല്ലാം പെർഫെക്റ്റ് നീറ്റായിരിക്കും ഇന്റീരിയർ കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇൻബിൽറ്റ് സീറ്റോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 പവറിൻ്റെ AC പോസ്റ്റ് സ്റ്റിയറിംഗ്. ഇത് വേറെ കംഫർട്ട് ലൈനാണ്. ഓക്കെ. അപ്പോൾ വണ്ടി ഇതുപോലെ തറ തൊട്ടിരിക്കും. അതാണ് ഒരു ഫ്ലോർ ഇങ്ങനെ താന്നിരിക്കും. നല്ല ലോ റേറ്റ്, നല്ല കംഫർട്ട്. ഹൈറ്റില്ലല്ലോ വണ്ടി. എന്താ വണ്ടി ഹൈറ്റ് കുറവായിരിക്കും. അത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഓടിക്കാൻ. നല്ല ഡ്രൈവിംഗ് കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇതിൻ്റെ എല്ലാ സ്റ്റോക്കും ഉണ്ട്. ഒറിജിനാലിറ്റി ഉള്ള എല്ലാം. ഇപ്പോൾ വീലടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഒറിജിനൽ സ്പ്രിങ് ഷോക്ക് എല്ലാം ഉണ്ട്. എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം അടക്കം നമ്മൾ 390 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് നെഗോസിയേഷൻ ആണ്. ഫിനാൻസ് ഫെസിലിറ്റിയും അവൈലബിലിറ്റിയാണ് ഉണ്ട്. അപ്പോൾ അടുത്ത വണ്ടി I10. 2008 വണ്ടിയാണ്. പുതിയ പേപ്പറുണ്ട്. 2029 പേപ്പറുണ്ട്. 29 പേപ്പറുണ്ട്. 29 പേപ്പറുണ്ട്. ഓക്കെ. 8 വണ്ടി 29 പേപ്പർ വരുന്നുണ്ട്. ഓണർഷിപ്പ് ഒക്കെ എത്രയായി? പഴയ കിലോമീറ്റർ ഓണർഷിപ്പാണ് വണ്ടി. കിലോമീറ്റർ 1,29,000. ഓക്കെ. ഏറെയാണ് വേരുണ്ട് അല്ലേ? ഏറെ നല്ല പുതിയുണ്ടല്ലേ? ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അല്ല, വണ്ടി കണ്ടീഷൻ എന്നാലും പഴയ വണ്ടിയാണ് ചോദിച്ചതേ ഉള്ളൂ. വേറെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. AC വർക്കിംഗ് ആണല്ലോ? ചെറിയ വർക്കുകളുണ്ടാവും. കാരണം ഒരു 10-16 വർഷത്തെ മേജറായിട്ട് വണ്ടിയിൽ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ വേറെ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിനൊക്കെ പക്കയാണല്ലോ? AC വർക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 1,15 കൊടുക്കാൻ പറ്റും. 1,15.